ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ലൈഫാണ്. അപ്പോൾ അതായിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കുറേ ഡേ ലൈഫൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു ഡേ ലൈഫിൽ ഒരു ഡേ ഫുള്ളും, അതായത് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് രാത്രി കിടക്കണ വരെയുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് 3:30 എന്നിട്ട് ഞാൻ താണ്ടെ ഒരു ഫ്രോക്കിൻ്റെ തുണിയുടെ ബാക്കി ഭാഗം ഇരുന്നത് കൊണ്ട് ഒരു സ്ക്രഞ്ചീസ് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് ഉറങ്ങാനും എഴുന്നേൽക്കാനും പ്രത്യേക ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. കാരണം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉറക്കം തീരുമാനിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായാലും ഞാൻ സ്ക്രഞ്ചീസ് കഴിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ ചെയ്യണം എന്താ വെച്ചാൽ ഇനിയും മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ്ട് നമ്മൾ പിന്നെ അട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ ടൈം ടേബിളൊന്നും ഇല്ലാത്ത, അതായത് ഇന്ന സമയത്ത് ഉറങ്ങണം അങ്ങനെയൊന്നും ഇല്ലാത്ത, എന്താ വെച്ചാൽ നിച്ചൂസ് പകൽ ഉറക്കം വളരെ കുറവാണ്. അവൾ രാത്രിയിലാണ് ഉറങ്ങുന്നത്. രാത്രി നല്ലപോലെ ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മാക്സിമം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ അട ചുടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആട്ടയും കൊണ്ട് അട ചുടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ വെട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വെട്ടാൻ പോകുമ്പോൾ ഏട്ടന് കഴിക്കാൻ വേണ്ടി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരെണ്ണം കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ താണ്ടെ നമ്മൾ താണ്ടെ മീൻ, ചാളമീൻ ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. നന്നാക്കിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് നന്നാക്കി ഉപ്പുമുളകും കുരുമുളകും എല്ലാം പറ്റി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ തുണി അലക്കാനുള്ള എല്ലാം കൂടെ എടുത്തിട്ട് നിച്ചൂസിൻ്റെ തുണികളാണ് കേട്ടോ, എല്ലാം കൂടെ മെഷീനിലിട്ട് വെള്ളം ഒഴിച്ച് സോപ്പ് പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ എല്ലാ ദിവസവും കടന്നു പോകണ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ 3:30 എഴുന്നേൽക്കണമെന്നില്ല. അപ്പോൾ ഇന്ന് 3:30 എഴുന്നേറ്റ് ചിലപ്പോൾ നാളെ ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കണം 6 മണിക്കായിരിക്കും. എങ്ങനെ പോയാലും 6 മണി എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് എഴുന്നേൽക്കാറില്ല കേട്ടോ. ഒരു 5:30 ആ ഒരു ടൈമിൽ എന്നാണെങ്കിലും എഴുന്നേൽക്കും, എത്ര താമസിച്ചാലും. കാരണം നിച്ചൂസ് എപ്പോഴും 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എന്താണെങ്കിലും എഴുന്നേൽക്കും. മാക്സിമം ഉള്ള 6 മണി, ഒരു 6:30 വരെയൊക്കെ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എഴുന്നേൽക്കാൻ നോക്കും. കാരണം നിച്ചൂസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നടക്കുകയില്ല. അവളിങ്ങനെ വാല തൂങ്ങി കിടക്കും. അപ്പോൾ അതാണ്ട് നിച്ചൂസ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവൾ എഴുന്നേറ്റപ്പോൾ തന്നെ അവളോട് ഓരോന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചിരിപ്പിക്കണതാണ് കാണുന്നത്. അപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം ഭയങ്കര ബെസ്റ്റായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ തന്നെ അവളോട് ഞാനത് പറഞ്ഞ് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി പോരുവാണ് കേട്ടോ. അന്നേരം താണ്ട് ഒരു പക്ഷീനെ കണ്ടപ്പോൾ രാവിലെ അവളെ അത് കാണിച്ചു കൊടുക്കുവാണ്. താഴെ ചെന്ന് മമ്മി പയറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ മമ്മിയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചക്ക വറുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചക്ക ഞാനിരുന്ന് അയത്തോണ്ടൊക്കെ പൊളിച്ചരിക്കണതാണ് കാണുന്നത്. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് ചോറുണ്ടു. ചോറിന് എന്തായിരുന്നു, പുളിയില, മീൻ വറുത്തതും പിന്നെ ഉണക്കയിറച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ കറി ഞാൻ കൂട്ടിയില്ല, ബാക്കിയെല്ലാം കൂടെ കൂട്ടി. എനിക്ക് ഉണക്കയിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണക്കയിറച്ചിയൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടു. പിന്നെ ഞാൻ നേരെ മേളിലോട്ട് തന്നെ വന്നു, കാരണം മേളിലാണല്ലോ ഞങ്ങളുടെ കുക്കിംഗ് മൊത്തം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മീൻ വറുക്കണയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മീൻ വറുക്കുമ്പോൾ നിച്ചൂസിൻ്റെ ഒച്ചയും ബഹളവും ഒന്നും നിങ്ങൾ കേൾക്കാത്തതിന് കാരണം നിച്ചൂസ് ഇപ്പോൾ ശാന്തമായി ഉറങ്ങുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ തൻ്റെ ചോറ് കറിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനിപ്പോൾ വെട്ടാൻ പോകണോണ്ട് ഏട്ടൻ താമസിച്ചാണ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൻ്റെ ഈ സമയത്തൊക്കെ ഉണ്ടാക്കണേ. ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊക്കെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ചാളമീൻ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മറിച്ചിടാൻ നേരത്തായിട്ട് ഞാൻ എപ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കണേ. പിന്നെ ദാണ്ടേ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചാറ് കറിക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ ഓർത്തുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പയർ തോരനുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. അപ്പോൾ തന്നെ നിച്ചൂസ് ഉറങ്ങി. നമ്മൾ ഇത്രയും മണി കഴിഞ്ഞപ്പോൾ ഞാൻ താണ്ടെ പിരികൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിച്ചൂസ് ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടിയോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. കാരണം അന്നേരമാണ് എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ രാവിലെ നിച്ചൂസ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ താണ്ടെ അലക്കാനായിട്ട് തുണി നിച്ചൂസ് അടുത്ത തവണ ഉച്ച കഴിഞ്ഞപ്പോൾ ഉറങ്ങിയപ്പോൾ എടുത്ത് കഴുകി എടുക്കണയാണ് ഈ കാണുന്നത്. എത്ര നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി സമയം തികയാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം നിച്ചൂസ് ഉറങ്ങുന്ന അനുസരിച്ചാണ് എൻ്റെ ഓരോ ദിവസവും ഓരോ പണിയും കടന്നു പോകുന്നത്. നിച്ചൂസിനൊന്ന് ഉറക്കി കിടത്തി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം വിടാൻ പോലും എനിക്ക് ഇവിടെയാണ്. കാരണം അവൾ അത്ര ചെറിയ ഒച്ചയായിട്ടാലും അവൾ വേഗം ചാടി എഴുന്നേറ്റിങ്ങ് പോരും. അപ്പോൾ അതാണ്ട് തുണിയെല്ലാം പിന്നെ കഴുകി ഉണക്കാൻ ഇടുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മെഷീനിൽ തന്നെ ഇട്ട് കറകിക്കൊണ്ടിരുന്ന വെള്ളം പോകാനും പാടാണ്, സമയവും കൂടുതൽ വേണം. അപ്പോൾ ഞാനിങ്ങനെ ബക്കറ്റ് കഴുകിയിട്ട് ഉണക്കാൻ ഇടുവാട്ടോ ചെയ്യണേ. ഈ മെഷീനൊക്കെ ഇല്ലാതിരുന്നൊരു കാലത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് അമ്മമാർ തുണി അലക്കാൻ വേണ്ടി കല്ലിലിട്ട് അടിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒച്ചയായിട്ട് എഴുന്നേൽക്കില്ല ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണ്ട് എൻ്റെ പ്രോപ്പർട്ടി എഴുന്നേറ്റ് കണ്ണുമ്മി ചെന്ന് നോക്കി നിൽക്കണതാണ് കാണുന്നത്. ഞാനത് ഉണക്കാനിട്ട ഒച്ച കേട്ടിട്ടാണ് കേട്ടോ അവളെ എഴുന്നേറ്റത്. അപ്പോൾ താണ്ടെ അവളെ തുണി വന്ന് വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവളെ എടുത്ത് കൈ പിടിച്ചു. കാരണം അവളെ തുണി എടുത്ത് അപ്പിടി നിലത്തോട്ട് ഇടും, കളയും, ഒന്നും സമ്മതിക്കുകയല്ല. അപ്പോൾ പിന്നെ എടുത്ത് കൈ പിടിക്കുകയാണെങ്കിൽ അത് കണ്ടിരുന്നോളൂല്ലോ എന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുണിയൊക്കെ ബാൽക്കണിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിരിച്ചിട്ടു. പിന്നെ ദാണ്ട് ഈ ഒരു ക്ലിപ്പ് രാവിലെ എടുത്ത ക്ലിപ്പായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഇവിടെ കയറി വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇനി ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണില്ല. കാരണം പിന്നെ ഞാൻ സൗണ്ടൊക്കെ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിച്ചൂസ് ചക്ക തിന്നാണ് ഈ കാണുന്നത്. നമ്മൾ ചക്ക വറുക്കാൻ വേണ്ടി വെട്ടിയത്. അവൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ താണ്ടി അച്ഛയും അമ്മയും കൂടി ആ നിച്ചൂസിന് ഫുഡ് കൊടുക്കുന്നതാണ് ആ കാണുന്നത്. അവളാണ് കാട്ടിക്കോടെ മെട്ടിക്കോടൊക്കെ നടന്ന് പന്നീനെയും പട്ടിനെയും കോഴിനെയും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുത്താലേ വല്ലതും കഴിക്കത്തുള്ളൂ. അപ്പോൾ ആ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ദാണ്ടെ പിന്നെ ഏട്ടൻ ഷേക്ക് എടുക്കുന്നതാണ് ആ കാണുന്നത്. നമ്മൾ പഴവും പാലും പഞ്ചസാരയും ബൂസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് അപ്പോൾ ഏട്ടൻ അങ്ങനെ അടിച്ച് ഞാനും കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് തരും. എനിക്ക് ഭയങ്കര സന്തോഷം. ഏട്ടൻ അടിച്ച് ഏട്ടനും കുടിക്കും. ഇതിങ്ങനെ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഇതിലും കുഴപ്പമുണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ. കാരണം ഇപ്പം മിക്ക ദിവസവും ഇങ്ങനെ ഷേക്ക് അടിക്കും, ഞങ്ങൾ കഴിക്കും. ഈ പച്ചപ്പാൽ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ തൻ്റെ സാമ്പാർ മീൻ വറുത്തയും കുട്ടി ഞാൻ ചോറിനുണ്ട്. പയർ തോരൻ എടുത്തില്ല, കാരണം എനിക്കിത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ആ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. ചോറുണ്ട പാത്രം ഉണ്ടാക്കിയ പാത്രം എല്ലാം കഴുകി വയ്ക്കണമായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മാറിയെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുളിച്ച പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് തൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ചടപെടുന്ന ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് വേണം വെച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം മമ്മിയൊക്കെ പോകാൻ വേണ്ടി ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഓട്ടോ ഉള്ളതുകൊണ്ട് ഏട്ടൻ വന്നില്ല. അപ്പോൾ ഏട്ടനോട് പൊക്കോളാൻ പറഞ്ഞിട്ട് നമ്മൾ താണ്ടെ അമ്മാൻ്റെ വണ്ടി വിളിച്ചായിരുന്നു മമ്മിയൊക്കെ പോകണമെന്ന്. അപ്പോൾ ഞാനും കൂടെ ചാടി കയറി നമ്മൾ താണ്ടെ പോകുന്നുണ്ട് വെച്ചിട്ട് വീട്ടിൽ. കാരണം പിള്ളേരെ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ താണ്ടെ ഇത് മൂവാറ്റുപുഴ പുഴയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കടന്ന് നമ്മൾ പാലമെല്ലാം താണ്ടി നമ്മൾ തൻ്റെ വീട്ടിൽ നമ്മുടെ മുത്തുമണീസിനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ താണ്ടെ ഹൃദയക്കുഞ്ഞ് താണ്ടെ നെച്ചൂസിനൊക്കെ ഉമ്മ കൊടുക്കണയാണ് കാണുന്നത്. അപ്പോൾ അവർ മൂന്നുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. മൂന്നാൾക്കും നല്ല സ്നേഹമാണ്. പിന്നെ മൂന്നുപേരുടെ കൂടിക്കഴിഞ്ഞാൽ നല്ല ഒച്ചയും ബഹളമായി തള്ളായി ഒന്നായി മന്തിപ്പറിയായി എല്ലാം ഉണ്ട്. അപ്പോൾ താണ്ടെ നെച്ചൂസ് താണ്ടെ അവിടെ നിലത്ത് പടിഞ്ഞങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾക്ക് തുടങ്ങിയേക്കുന്ന ശീലമാണ് ഈ നിലത്ത് കിടപ്പ്. ഞാൻ പറയും ആൾക്ക് പഴയ നീന്തിയ കാര്യമൊക്കെ ഓർമ്മ വന്നിട്ട് നീന്താൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഓടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ നീന്താൻ വേണ്ടിയിട്ട് എന്തോ കൊതിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നിച്ചസ് എപ്പോൾ ഇരിക്കണം അന്നേരം തന്നെ ഹൃദയ വന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കും കേട്ടോ. ഇവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഏതാണ്ട് മാസങ്ങളുടെ 1 വയസ്സിൻ്റെ വ്യത്യാസമൊന്നുമില്ല, 1 വയസ്സ് അടുത്തുള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താണ്ടെ രണ്ടുപേരും കൂടെ അങ്ങനെ 2 പേരല്ല 3 പേരും കൂടെ അങ്ങനെ കളിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു ചെറുക്കനൊന്നും കളിക്കാറൊന്നും ആയില്ലല്ലോ. അവനിതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ മടിയിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു കേട്ടോ. കാരണം ചേച്ചിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ചേച്ചി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് ചേച്ചി പോയായിരുന്നു. അപ്പോൾ താണ്ടെ ഞങ്ങളവിടെ ഇരുന്നിട്ട് എന്താണ് പിടിയും ചിക്കൻ കറിയും കഴിക്കുകയാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിയ പിടിയും ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്നാണ്ട് ഇവിടെ അംഗം തുടങ്ങിയായിരുന്നു. രണ്ടുപേരും കൂടെ സ്നേഹിക്കലാണ്. നെച്ചൂസിന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് കളിക്കാനും സ്നേഹിക്കാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ എപ്പോഴും ഹൃദയയുടെ പുറത്തൊക്കെ ഓടി നടന്നിങ്ങനെ ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിയും കളിയൊക്കെയാണ്. അപ്പോൾ ഹൃദയയുടെ കണ്ണിൻ്റെ കുത്താൻ നോക്കിയതാണ്. കുത്താനല്ല അവൾ തൊട്ട് നോക്കണതാണ്. പക്ഷെ അത് കുത്തലൊക്കെ ആയി പോകും. അങ്ങനെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു ചെറുക്കനെ എടുത്ത കുഞ്ഞിച്ചെറുക്കനെ അന്തം വിട്ടെന്നെ നോക്കണതാണ്. നീ ഏതാടി ചിറ്റേന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഏട്ടൻ പന്നിയിറച്ചി മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ ഇറച്ചി ഉണ്ടാക്കണതാണ് ആ കാണുന്നത്. അപ്പോൾ ഏട്ടൻ ഉണ്ടായിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ അരിഞ്ഞു കൊടുക്കലും പൊടിയിടലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏട്ടൻ വന്ന് തന്നെ ഉണ്ടായിക്കോളാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ യാത്രയും ചെയ്ത് രാവിലത്തെ ക്ഷീണവും ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടാണ്ട് കൊച്ചിനെ എടുത്തോട് കിടക്കലും എല്ലാം കൂടി ആയിട്ട് ആകെ ക്ഷീണമായിരുന്നു. പിന്നെ ഞാൻ തൻ്റെ ഉപ്പവും ഉണ്ടാക്കി ഞാനാണ് കേട്ടോ. പിന്നെ ഞാൻ നെച്ചൂസിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് എഴുന്നേറ്റു. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനം ആവണേ. കാരണം അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. പിന്നെ തൻ്റെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഉപ്പാവ് കഴിച്ചപ്പോൾ ഞാൻ എനിക്കും വേണമെന്ന് ചായ എന്നും പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്താണ് കേട്ടോ. അപ്പോൾ ആ ചായ കൂടി ഞാൻ ഫ്ലാറ്റായി. സമയം 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോയി കിടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.